നമസ്കാരം. വൈറ്റ് ഹൗസ് മുന്നോട്ട് വെച്ച സമാധാന കരാർ ഹമാസ് അംഗീകരിക്കുമോ? ഉപാധികളോടെ വെടിനിർത്തലിന് തയ്യാറെന്ന് ഹമാസ് അറിയിച്ചതായാണ് വിവരം. 9 മണി വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം വാർത്തകൾ ഇതുവരെ. 25 കോടി സ്വന്തമാക്കുന്ന ഭാഗ്യശാലി ആര് എന്ന് ഇന്നറിയാം. തിരുവോണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഉച്ചയ്ക്ക് 1 മണിക്ക്. അച്ചടിച്ചത് 75 ലക്ഷം ടിക്കറ്റുകൾ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് തന്നത് ചെമ്പുപാളികൾ തന്നെ. ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ചെമ്പുപാളികൾ എന്ന് പോറ്റി. മുമ്പ് സ്വർണം പൂശിയിരുന്നോ എന്ന് അറിയില്ല. പീഠം കാണാനില്ല എന്ന് പരാതിപ്പെട്ടിട്ടില്ല എന്നും മലക്കം മറച്ച്. സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ഇന്ന് ചോദ്യം ചെയ്തേക്കും. സ്വർണത്തിന്റെ തൂക്കം കുറഞ്ഞതിലും പീഠം കാണാതായതിലും വ്യക്തത തേടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭൂമി ഇടപാടുകളും അന്വേഷിക്കും. ബെനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന വിലയിരുത്തലിൽ ദേവസ്വം വിജിലൻസ്. കേരള കോൺഗ്രസുകൾ ലയിക്കണമെന്ന ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ പരാമർശം സ്വാഗതം ചെയ്ത് ജോസഫ് ഗ്രൂപ്പ്. ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിന്റെ ആശയവും ആഗ്രഹവും നല്ലതെന്ന് മോൻസ് ജോസഫ് MLA. ലയനത്തിൽ ജോസഫ് ഗ്രൂപ്പിന് എതിർപ്പില്ല. ഏകീകരണത്തിന്റെ അന്തരീക്ഷം കളഞ്ഞത് ജോസ് കെ മാണിയെന്നും വിമർശനം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വിശദമായ വാർത്ത 10 മണിക്ക്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് കേരളത്തിന്റെ ആദരം ഇന്ന്. മലയാളം വാനോളം ലാൽ സലാം പരിപാടി വൈകിട്ട് 5-ന് തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സിനിമാ മന്ത്രി സജി ചെറിയാനെതിരെ റിമ കല്ലിങ്കൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിരക്കഥയെന്ന മന്ത്രിയുടെ പരാമർശത്തിന് മറുപടി. തിരക്കഥ അല്ലാത്ത സ്ത്രീകളുടെ ജീവിതവും റിപ്പോർട്ടിലുണ്ട് എന്ന് താരം ന്യൂസ് 18നോട്. ആര് അവർക്ക് നീതി നൽകും? തുറന്നു പറഞ്ഞതിനാൽ എല്ലാം നഷ്ടപ്പെട്ട ജീവിതമാണ് തന്റേത് എന്നും റിമ. വിജയ് ഇന്ന് കരൂർ സന്ദർശിച്ചേക്കും. തീരുമാനം ചെന്നൈയിൽ ചേർന്ന പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിൽ. TVK നേതാക്കളായ ബുസി ആനന്ദിന്റെയും നിർമ്മൽ കുമാറിന്റെയും ചുമതലകൾ മറ്റ് നേതാക്കൾക്ക് നൽകി. കോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയുടെ അറസ്റ്റിന് സർക്കാർ നിർദ്ദേശം നൽകിയേക്കുമെന്നും സൂചന. വെടിനിർത്തൽ കരാർ ഭാഗികമായി അംഗീകരിച്ച ഹമാസ് ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കും. സ്വാഗതം ചെയ്ത് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ വെടിനിർത്തണമെന്നും ആവശ്യം. അമേരിക്കയിൽ ധനപ്രതിസന്ധി രൂക്ഷം. ധനാനുമതി ബിൽ വീണ്ടും പരാജയപ്പെട്ടു. സെനറ്റിൽ നാളെ വീണ്ടും വോട്ടെടുപ്പ്. അടച്ചിടൽ 3-ാം ദിനം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പട്നയിൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് സൂചന. ഒമ്പത് മണി വാർത്ത ആദ്യം വിശദമായി പരിശോധിക്കുന്നത് അന്താരാഷ്ട്ര വാർത്തകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗാസയിൽ സമാധാനത്തിന് വഴിയൊരുങ്ങുന്നു എന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന കരാറിനോട് ഹമാസ് അനുകൂലമായാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ചില ഉപാധികളോടെ വെടിനിർത്തലിന് ഒരുക്കമെന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒപ്പം ഇസ്രായേലിന്റെ ബന്ദികളെ വിട്ടയക്കാൻ ഒരുക്കമാണ് എന്നുകൂടി ഹമാസ് അറിയിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, 2 വർഷത്തോടടുക്കുന്നു. അടുത്ത 7-ാം തീയതി 2 വർഷമാവുകയാണ് യുദ്ധം ആരംഭിച്ചിട്ട്. അതിന് ഏറ്റവും ശുഭകരമാകുന്ന ഒരു സൂചനയാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഉപാധികളോടെ വെടിനിർത്തലിന് തയ്യാറെടുക്കുന്നു ഹമാസ് എന്നതാണോ വിവരം? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത, അമേരിക്ക മുന്നോട്ട് വച്ച 21 സമാധാന കരാറിലെ 21 പോയിന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായ ബന്ദികളെ വിട്ടു നൽകുക, പരസ്പരം കൈമാറുക എന്ന കരാർ എന്ന പോയിന്റ്
ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഗാസയിൽ സമാധാനം പുലരാൻ പോകുന്നു എന്നതിൻ്റെ ആദ്യ ഘട്ടമെന്ന നിലയിലാണ് ഇപ്പോൾ ഹമാസ് സമാധാന കരാർ അംഗീകരിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഡൊണാൾഡ് ട്രംപിനെ അടക്കം ഹമാസ് അഭിനന്ദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ അമേരിക്കയുടെ സമാധാന കരാർ അംഗീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസും സമാധാന കരാർ അംഗീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് അടക്കം പ്രതികരണവുമായി രംഗത്തെത്തി. ഹമാസിനെ അടക്കം അഭിനന്ദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈജിപ്തിനെയും ഖത്തറിനെയും അടക്കം അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് ഇസ്രായേൽ എത്രയും വേഗം ഹമാസ് ഈ സമാധാന കരാർ അംഗീകരിച്ച സ്ഥിതിക്ക് എത്രയും വേഗം ഇസ്രായേൽ ഗാസയിലേക്ക് നടത്തുന്ന ബോംബിംഗ് നിർത്തണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ട്വീറ്റ് വരുന്നു. അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ സമാധാന കരാർ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി അത് നടപ്പിലാക്കുന്നതിന്റെ ആദ്യ ഘട്ടമെന്ന നിലയിലുള്ള കാര്യങ്ങൾ തുടങ്ങാൻ തങ്ങൾ തയ്യാറാണെന്നുള്ള ഒരു ട്വീറ്റ് കൂടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അതായത് അടുത്ത 72 മണിക്കൂറിനുള്ളിൽ ഒരു പക്ഷേ ബന്ദികളെ കൈമാറാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. അതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും. ഈ നിലവിൽ 48ഓളം ബന്ദികൾ ഹമാസിന്റെ കയ്യിലുണ്ട്. അതിൽ 20ഓളം പേരാണ് ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ 20 പേരെയും ജീവൻ നഷ്ടമായ 28 പേരുടെ മൃതശരീരവും കൈമാറാമെന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുന്നു. അതുപോലെ 250ഓളം പലസ്തീനികളും ഇസ്രായേലിന്റെ കൈവശമുണ്ട്. അവരെയും അതേസമയം തന്നെ ഇസ്രായേലും കൈമാറാമെന്നുള്ള ഒരു സമ്മതമാണ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കൈമാറ്റം ബന്ദികളെ കൈമാറുന്ന രീതി എങ്ങനെയാണ്, അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇനി സംസാരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പലസ്തീനിൽ ഗാസയിൽ പുതിയൊരു ഭരണ നേതൃത്വം വന്നാൽ അവർക്ക് ഗാസയിലെ ഇപ്പോഴത്തെ തങ്ങളുടെ നേതൃത്വം, തങ്ങളുടെ ഇപ്പോഴത്തെ ഭരണരീതി അവർക്ക് കൈമാറി ഗാസയുടെ ഭരണത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്ന് കൂടി ഹമാസ് തങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതേസമയം തന്നെ ഹമാസിന്റെ നിരായുധീകരണത്തിൽ അവർ നിരായുധീകരിക്കണമെന്നുള്ള സമാധാന കരാറിലെ പോയിന്റിൽ ഹമാസ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഹമാസ് ആ സമാധാന കരാറിൽ ഭാഗികമായി മാത്രമേ തങ്ങളുടെ യോജിപ്പ് അറിയിച്ചിട്ടുള്ളൂ. തീർച്ചയായും അവിടെ അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ ഭാഗികമായ ഒരു യോജിപ്പ് അറിയിപ്പിക്കുമ്പോൾ പോലും നേരത്തെ നമുക്കറിയാം ഈ ബന്ദികളെ വിട്ടയക്കുകയോ അല്ലെങ്കിൽ ബന്ദികളുടെ മൃതശരീരങ്ങൾ പോലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഇസ്രായേലിനോട് പറഞ്ഞവർ ആണ് ഹമാസ്. ഇപ്പോഴിതാ പൊതുവെ ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഫോർമുല ലോകരാജ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യ അടക്കം ഇതിനെ സ്വാഗതം ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായി. ഹമാസിന്റെ പ്രതികരണത്തെയും അടക്കം ഇപ്പോൾ ലോകവും പ്രതീക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അത് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളടക്കം ഇന്ത്യ അടക്കം വലിയ രീതിയിലുള്ള ഈ സമാധാന കരാറിനെ അംഗീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരാമർശങ്ങളും പോസ്റ്റുകളും ഒക്കെ നേരത്തെ തന്നെ ചെയ്തിരുന്നു. പലസ്തീനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ റഷ്യ, ചൈന തുടങ്ങിയിട്ടുള്ള UK തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഈ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന കരാറിനെ സ്വീകരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ടാണ് പ്രതികരണങ്ങൾ നടത്തിയിരുന്നത്. പിന്നാലെ തന്നെ ഈജിപ്തും ഖത്തറും, അതായത് ഹമാസിനോട് പോലും ചേർന്ന് നിൽക്കുന്ന ഈജിപ്തും ഖത്തറും അടക്കം ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനൊപ്പം നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. എത്രയും വേഗം ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് ഹമാസിന് മേൽ ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. ആ സമ്മർദ്ദ തന്ത്രമാണ് ഇപ്പോൾ ഫലിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനു മുമ്പും ഒരുപാട് സമാധാന കരാറുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും വെടിനിർത്തലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ അത് അധിക നാൾ നീണ്ടു നിന്നില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല എന്ന് വേണം കരുതാൻ. കാരണം അത്രയധികം ഗാസ അനുഭവിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തീർച്ചയായും അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ ഗാസ ഏതാണ്ട് പൂർണ്ണമായും തകർത്ത പശ്ചാത്തലമുണ്ടാകുന്നു. മുഴുവൻ ആളുകളോടും ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ഇനി ആരെങ്കിലും ഗാസയിൽ തുടർന്നാൽ അവരെ എല്ലാവരെയും തീവ്രവാദികളായി കണക്കാക്കിക്കൊണ്ടുള്ള ആക്രമണമായിരിക്കും ഞങ്ങൾ നടത്തുക എന്ന നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഒപ്പം ഡൊണാൾഡ് ട്രംപ് വളരെ കൃത്യമായ സന്ദേശം നൽകി. ഇത് അവസാന ചാൻസ് ആണ്. ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ പിന്നെ വരുന്നതെന്തും അനുഭവിച്ചു കൊള്ളുക എന്ന തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് പോയി. അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. മാത്രവുമല്ല മറ്റൊരു രാജ്യത്തിന്മേൽ കടന്നു കയറിയതിനെ
ക്ഷമാപണം നടത്തിയിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. അങ്ങനെ എല്ലാ തരത്തിലും സമാധാനത്തിനുള്ള സാധ്യതകൾ ആണ് ഇപ്പോൾ തുറന്നിടുന്നത്. അങ്ങനെ ഒരു സാധ്യതയെ ഹമാസ് ഏത് നിലയിലായിരിക്കും പ്രയോജനപ്പെടുത്തുക, അതിനപ്പുറത്ത് ഹമാസ് നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ആണ് 21 പദ്ധതിക്ക് സമ്മതം മൂളുന്നതിനോട് യോജിപ്പില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. പാർലമെന്റിൽ ആയിരുന്നു ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ആദ്യം ചർച്ച ചെയ്ത കരടല്ല ട്രംപിന്റെ ഇപ്പോഴത്തെ കരട് എന്നുള്ളതാണ് ഇഷാഖ് ദാർ പ്രതികരണമായി അറിയിച്ചത്. അമേരിക്ക ഇത്തരം സമാധാന നീക്കങ്ങൾക്ക് മുൻകൈയെടുക്കുമ്പോൾ അമേരിക്കയിലെ സമാധാനത്തെ കെടുത്തുന്ന ഒന്നാണ് അവിടുത്തെ ധനബിൽ പാസ്സാക്കപ്പെട്ടില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഏറെ പ്രതിസന്ധി നേരിടുന്നു. അതോടൊപ്പം തന്നെ ഭരണം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ധനബിൽ സെനറ്റിൽ പാസ്സാക്കാനുള്ള റിപ്പബ്ലിക്കൻസിന്റെ ശ്രമം വീണ്ടും പാളിയതോടെ അമേരിക്കയിലെ അടച്ചുപൂട്ടൽ അനിശ്ചിതകാലത്തേക്ക് തുടരും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആരോഗ്യ മേഖലയിലെ സബ്സിഡികൾ ഈ വർഷത്തോടെ നിർത്താനുള്ള തീരുമാനത്തെ തുടർന്നാണ് ഡെമോക്രാറ്റ്സ് ധനബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുന്നത്. 7.5 ലക്ഷം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. അതേസമയം അടച്ചുപൂട്ടൽ നീളുന്നതിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ തന്നെയാണ് തുടരുന്നത്. അഭിലാഷ്, ഒരു ഭാഗത്ത് ജീവനക്കാർ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടും എന്ന ഭീഷണി ട്രംപും തുടരുകയാണല്ലോ. ഈ ധനപ്രതിസന്ധി എത്രത്തോളം വലിയ ആഘാതമാണ് അമേരിക്കയുടെ സമ്പദ്ഘടനയിൽ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? അഭിലാഷ്, ഇപ്പോൾ സെനറ്റിൽ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തൊരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അമേരിക്ക അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട മേഖലകൾ, അവശ്യ മേഖലകൾ ഒഴിച്ചു ബാക്കിയെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. 7.5 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല എന്നൊരു സാഹചര്യമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട വിസ സേവനങ്ങളടക്കം, നാഷണൽ പാർക്കുകളടക്കം, മ്യൂസിയങ്ങളടക്കം വലിയ രീതിയിൽ, അതുപോലെ എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് തുടങ്ങി അതിൻ്റെ സബ്സിഡികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ബന്ദായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അമേരിക്ക എല്ലാ വർഷവും ഒക്ടോബർ 1-ാം തീയതിക്ക് മുമ്പ് തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ധനബിൽ പാസ്സാക്കുന്ന ഒരു സമ്പ്രദായമാണ് നടന്നു വരുന്നത്. എന്നാൽ ഇത്തവണ ഒരു കാര്യത്തിൽ, ഒരൊറ്റ വിഷയത്തിൽ മാത്രം അത് നിന്നുകൊണ്ട് അത് പാസ്സായില്ല. കാരണം സെനറ്റിൽ 60 വോട്ടുകൾ വേണം ഓരോ ബില്ലും പാസ്സാക്കാൻ. ആ ഒരു സാഹചര്യത്തിൽ 53 വോട്ടുകളുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഡെമോക്രാറ്റിന്റെ സപ്പോർട്ടില്ലാതെ അവിടെ ഒരു ബില്ല് പാസ്സാക്കി എടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ധനബില്ല് പാസ്സാകാതെ അത് മുടങ്ങിക്കിടക്കുന്നത്. ഡെമോക്രാറ്റ്സിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ഇത്തവണ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അവർക്ക് അവിടെ ഇപ്പോൾ ഹെൽത്ത് കെയർ സബ്സിഡീസ് മുന്നോട്ട് നടക്കുന്നുണ്ട്. ഒബാമ കെയർ സർവീസസ് പോലെയുള്ള ഹെൽത്ത് കെയർ സബ്സിഡീസ് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഈ വർഷത്തോടെ നിർത്തലാക്കാനാണ് റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിന്റെ തീരുമാനം. അതിൽ പ്രതിഷേധിച്ച് ഈ ബില്ല് പാസ്സാക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന് ഡെമോക്രാറ്റ്സ് തങ്ങളുടെ നയം വ്യക്തമാക്കിയതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി അമേരിക്കയിൽ ഉണ്ടായത്. ഡെമോക്രാറ്റ്സ് പറയുന്നത് ഈ ഹെൽത്ത് കെയർ സബ്സിഡീസ് മുടങ്ങിയാൽ, അത് നിർത്തലാക്കിയാൽ അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് അതിൻ്റെ സേവനം ലഭിക്കില്ല, അവർക്ക് ആരോഗ്യ മേഖലയിലടക്കം വലിയ പരിരക്ഷയൊന്നും ലഭിക്കില്ല, അത് അവരെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഹെൽത്ത് കെയർ സബ്സിഡികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു ആവശ്യമാണ് ഡെമോക്രാറ്റ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഹെൽത്ത് കെയർ സബ്സിഡീസുമായി മുന്നോട്ട് പോകാൻ തങ്ങൾ ഒരുക്കമല്ല എന്നുള്ളതാണ് ഭരണപക്ഷ പാർട്ടിയായ റിപ്പബ്ലിക്കൻസിന്റെ തീരുമാനം. പരസ്പരം രണ്ടുപേരും തങ്ങളുടെ പക്ഷം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തൊരു സാഹചര്യത്തിലാണ് അമേരിക്ക ഇത്തരത്തിൽ ധനബില്ല് പാസ്സാക്കാനാവാതെ ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് അമേരിക്ക എത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എത്ര നാളത്തേക്ക്, ഇന്നലെ സെനറ്റ് പിരിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയുള്ളൂ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അനിശ്ചിതകാലത്തേക്ക് ഈ അടച്ചുപൂട്ടൽ തുടരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിൽ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഈ വിഷയത്തിൽ ആശങ്കയും പ്രകടിപ്പിച്ചു. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളടക്കം സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ തിരിയുമെന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് അമേരിക്ക കടക്കുന്നത്. അമേരിക്ക എന്ത് തരത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങളാണ് അഭിലാഷ് രാധാകൃഷ്ണൻ നൽകിയത്. അതേസമയം അമേരിക്കയിലെ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ ആശങ്ക തന്നെയാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഭരണപക്ഷത്തെ അംഗങ്ങൾക്കും ആശങ്കകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് സജിമോൻ ആന്റണിയുടെ റിപ്പോർട്ടിലേക്ക് കൂടി.
തീർച്ചയായിട്ടും ആര് കണ്ണു ചിമ്മും, ഡെമോക്രാറ്റ് കണ്ണു ചിമ്മുമോ അതോ റിപ്പബ്ലിക്കൻ കണ്ണു ചിമ്മുമോ? അമേരിക്കൻ ജനത ഒന്നടങ്കം കഴിഞ്ഞ 3 ദിവസമായിട്ട് ആ ഒരു നോട്ടത്തിലായിരുന്നു. എന്നാൽ ആ 3-ാം ദിവസവും രണ്ടുപേരും കണ്ണു ചിമ്മിയില്ല, ബ്ലിങ്ക് ചെയ്തിട്ടില്ല. അത് 4-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. നിങ്ങൾ അവിനാശ് പറഞ്ഞു പോണക്ക് തന്നെ ഏകദേശം 7.5 ലക്ഷം ആൾക്കാരാണ് ഫർലു മീൻസ് എന്താ പറഞ്ഞ നിർബന്ധിതമായിട്ട് അവധിയെടുക്കാനായിട്ട് ഈ വർഷത്തിൽ നിർബന്ധിതരായിരിക്കുന്നത്. അത് അമേരിക്കയിലുള്ള പാർക്ക് സേവകള്, മ്യൂസിയംസിന്റെ സേവകള്, വിസ ഓഫീസുകൾ, ട്രാവൽ ഓഫീസുകൾ, അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകളെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ അത്യാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള സെക്യൂരിറ്റി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള അവശ്യ സേവനങ്ങളെ ഇത് ബാധിക്കുന്നതല്ല. ഏകദേശം 7.5 ലക്ഷത്തോളം അമേരിക്കൻ വർക്കേഴ്സിനാണ് ഇത് ഡയറക്റ്റ് ബാധിക്കുന്നത്. ഒരു പരിധി വരെ അമേരിക്കയിലെ ഇക്കണോമിയും ഇത് ബാധിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ അതിന് വിപരീതമായിട്ട് ഇന്ന് ഡൗ ജോൺസ് മാർക്കറ്റൊക്കെ 200-260 പോയിന്റ് മേളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഏതായാലും 15 തവണ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ 6 തവണയും ഇങ്ങനെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ സങ്കീർണമായിട്ട് പോലും മാർക്കറ്റ് അതിനെ ഓപ്പോസിറ്റ് ആയി റിയാക്ട് ചെയ്തിരിക്കുന്നത് എന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും നോക്കി കാണേണ്ടത് കഴിഞ്ഞ തവണത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തന്നെ ഒരു ഹിസ്റ്ററി ഇട്ടിട്ടുണ്ട്. 35 ദിവസം 2018 അടഞ്ഞു കിടന്നിരുന്നു. ആ 35 അതുപോലെ ഇത് വലിഞ്ഞു പോകുമോ, അതോ 2-3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം ഓൾറെഡി കഴിഞ്ഞു, ഇനി 5-ഉം 6-ഉം 4-ഉം 5-ഉം 6-ഉം എന്നൊക്കെ പറഞ്ഞ് ശനി ഞായറുമാണ്. ഏതായാലും സെനറ്റിന്റെ കോൺഗ്രസിലും അവിടെ ഒരു വോട്ടെടുപ്പ് കാര്യങ്ങൾ നടക്കുന്നില്ല, അവധിയിലാണ്. ഇനി എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അത് മൺഡേയോ ട്യൂസ്ഡേയോ ആയിരിക്കും. അപ്പം ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഉറപ്പായി 5-6 ദിവസം കൊണ്ട് തീരുന്ന ഒരു കേസായിട്ട് മാറുമോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു പ്രവണത കണ്ടിട്ട് 2 പാർട്ടിയും വിട്ടുകൊടുക്കുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം ഇവിടെ ഒരു കാതലായ വ്യത്യാസം എന്ന് പറയുന്നത് 17 മില്യൺസിന്റെ മെഡിക്കെയ്ഡ് സബ്സിഡികൾ ക്യാൻസൽ ആവുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനകത്ത്. അപ്പം അതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഡെമോക്രാറ്റുകളുടെ ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ ഒക്ടോബർ 1 ഒബാമ കെയർ ഡെമോക്രാറ്റുകളുടെയും അമേരിക്കയിലുള്ള ഒരു മജോറിറ്റി ആൾക്കാരും നെഞ്ചിലേറ്റിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ഒബാമ കെയർ എന്ന് പറയുന്നത്. ആ ഹെൽത്ത് കെയറിനുള്ള സബ്സിഡിയും 1-ാം തീയതി തൊട്ട് ഫ്രീസ് ആവുകയാണ്. അപ്പൊ അതിനകത്ത് പുതിയ ബജറ്റിനകത്ത് അത് എക്സ്റ്റൻഷൻ വന്നിട്ടില്ല എങ്കിൽ ടെക്നിക്കലി ആ ഒബാമ കെയർ ഡെഡ് ആയി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റുകൾ ഇതിനെ വളരെയധികം ഒരു പ്രസ്റ്റീജ് ആയിട്ട് കണ്ടുകൊണ്ടാണ് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല ഈ ഒരു കാര്യത്തിൽ എന്നുള്ള രീതിയിൽ പോകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് അതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയും ഉണ്ട്. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അതിനെ കാണുന്നത് ഇത് ഇല്ലീഗൽ ഇമിഗ്രേറ്റ്സിന്റെ ഹെൽത്ത് കെയർ ആണ് എന്നുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇത് അലോ ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇന്നലെ പറഞ്ഞു പോകണമെങ്കിൽ തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അറിയാൻ കഴിഞ്ഞത് ലക്ഷക്കണക്കിന് ആൾക്കാരെ പിരിച്ചുവിടാനുള്ള ഒരു പദ്ധതിയും കൂടെ അവർ സൈഡ് ബൈ സൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഈ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കട്ടിങ്, ഗവൺമെന്റിന്റെ സൈസ് കുറയ്ക്കുക എന്നുള്ളത് ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് തന്നെയായിരുന്നു. അപ്പം ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിക്കൊണ്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിട്ട് അങ്ങനെ ഒരു പോസിബിലിറ്റിയിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ലക്ഷക്കണക്കിന് അമേരിക്കയിൽ ഉള്ള ആൾക്കാരുടെ ജോലി പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അങ്ങനെ ഒരു സങ്കീർണതയിലാക്കിയാണ് ഓരോ ദിവസവും ഇത് ഒപ്പുകൊണ്ടിരിക്കുന്നത്. സങ്കീർണമായ സാഹചര്യത്തിലൂടെ തന്നെയാണ് അമേരിക്ക കടന്നു പോകുന്നത്. പക്ഷേ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള ഒന്നല്ല. മാത്രവുമല്ല, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ പോലെയല്ല അമേരിക്കയിലെ സർക്കാർ സംവിധാനങ്ങൾ നിലയ്ക്കുമ്പോഴും അത് സാധാരണക്കാരായ ആളുകളെ വലിയ തോതിൽ ബാധിക്കണമെങ്കിൽ ദിവസങ്ങൾ എടുക്കും എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതേസമയം ദേശീയ വാർത്തകളിലേക്ക് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട വിവരങ്ങൾ ആണ് ഉള്ളത്. അതിലൊന്ന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റൊന്ന്, കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം നേരിട്ട പശ്ചാത്തലത്തിൽ നടൻ വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ്. ആ ദേശീയ വാർത്തകളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട വാർത്ത, കേരളം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്ന, എല്ലാവരും ഉറ്റുനോക്കുന്ന വിഷയം എന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ആണ്. ആ വിവാദത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി. തനിക്ക് തന്നത് ചെമ്പുപാളികൾ തന്നെ എന്നാണ് വാദം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രേഖകളിലും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻപ് സ്വർണം പൂശിയിരുന്നോ എന്ന് അറിയില്ല എന്നും സ്വർണ്ണപ്പാളി പ്രദർശന വസ്തുവാക്കിയിട്ടില്ല എന്നുമാണ് ന്യായീകരണം. അതേസമയം പീഠം കാണാൻ ഇല്ല എന്ന് പറഞ്ഞതിൽ മലക്കം മറിയുകയാണ് പോറ്റി. പീഠം കാണാനില്ല എന്ന് താൻ പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പുതിയ വാദം.
പറഞ്ഞില്ല, അവരോട് തന്നെ ചോദിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നോ ഇല്ലയോ. എന്റെ കാര്യങ്ങൾ എന്റെ സൈഡ് ഞാൻ കറക്റ്റായിട്ട് ചോദിക്കുന്നതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരോടും വിരോധം ഉണ്ടായിട്ടോ മീഡിയ ആയിട്ട് ഇപ്പൊ വരുന്ന വാർത്തകൾ ചെമ്പാണെന്നാണല്ലോ താങ്കൾ പറയുന്നത്, പക്ഷെ അത് സ്വർണ്ണമാണ് എന്ന് തെളിയിക്കുന്ന രേഖകളും മറ്റും പുറത്തു വരുന്നുണ്ടല്ലോ. അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തന്ന ഡോക്യുമെന്റ് ചെമ്പെന്നാണ്, മഹാസ്ഥലിനകത്തും അതാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഞാനൊരു സാധനം തരുമ്പോൾ എനിക്ക് തന്നിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ചെമ്പാണ് അപ്പം തന്നത്. അതിന് മുകളിൽ എനിക്ക് അവരോട് ചൊറയാൻ പറ്റൂ. എനിക്ക് തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് ചെമ്പെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് എനിക്കിപ്പോ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതല്ല, തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് അതായത്. പിന്നെ ബൈലോയ്ക്കകത്തുള്ള ബാക്കി നിയമവശങ്ങൾ എനിക്ക് അറിയില്ല. അതിന്റെ വീഴ്ച, അതായത് ഞാൻ തന്നെ കൊണ്ടുപോയി എന്നുള്ളതല്ല. പിന്നെ മെയിന്റനൻസ് വർക്കും കൂടെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ആ മെയിന്റനൻസിന്റെ വർക്കിന്റെ കാലതാമസമാണ്. അടിമുടി ദുരൂഹതയാണ്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ നടപടികൾ സുതാര്യമെന്നാണ് പ്രസിഡന്റ് PS പ്രശാന്ത് ആവർത്തിക്കുന്നത്. വ്യവസ്ഥകൾ അനുസരിച്ചാണ് സ്വർണ്ണപ്പാളി ചെന്നൈയിൽ എത്തിച്ചത്. പോറ്റിയുടെ കയ്യിൽ പാളി നൽകിയിട്ടില്ല. താൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ പറയാനാകില്ല എന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ശ്രീ വീൻ വാസുവനുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടും ദേവസ്വം ബോർഡിന്റെ നിലപാടും 1998 വിജയ് മല്യ സ്വർണം പൂശുന്നത്. ആ കാലഘട്ടം മുതൽ 2025 നിലവിൽ എന്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ, അത് സ്വർണത്തിന്റെ കാര്യമാവട്ടെ, തൂക്കത്തിന്റെ കാര്യമാവട്ടെ, ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ, സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് ആവശ്യപ്പെടും. പിന്നെ ഇപ്പോ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിന് കൊണ്ടുപോയത്. അതിലൊരു പാളിച്ചയും ദേവസ്വം ബോർഡിന് ഇപ്പോൾ പറ്റിയിട്ടില്ല. തിരുവാഭരണം കമ്മീഷന്റെ നേതൃത്വത്തിൽ അവിടെ എത്തി ശബരിമല AOയുടെ സാന്നിധ്യത്തിൽ, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ, വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായ വീഡിയോ ചിത്രീകരണത്തിലോടുകൂടി ആദ്യം തുടക്കത്തിൽ മഹസർ തയ്യാറാക്കി, അവസാനവും മഹസർ തയ്യാറാക്കി, സുരക്ഷിതമായ വാഹനത്തിൽ പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് ഇത്തവണ ചെന്നൈയിലേക്ക് തിരുവാഭരണം കമ്മീഷണർ വാഹനത്തിലിരിക്കെ അങ്ങനെയാണ് ചെന്നൈയിലേക്ക് ഞങ്ങൾ സ്വർണം കൊണ്ടുപോയത്. നിങ്ങൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾ ചെന്നൈയിലേക്ക് വരാനാണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണം കൊടുത്തുവിടുകയല്ല ഞങ്ങൾ ചെയ്തത്. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയുള്ളത് മുഴുവൻ ദുരൂഹതകളാണ്. ഒട്ടേറെ സംഭവങ്ങൾ, പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് നെയ്ത്തേങ്ങ എത്തിച്ചത് ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ, സ്വർണ്ണപീഠവും കട്ടിളിയും എന്ന മട്ടിൽ മറ്റിടങ്ങളിൽ കൊണ്ടുപോയി പൂജ നടത്തിയ സംഭവങ്ങൾ, അങ്ങനെ ഒട്ടേറെ വിവാദങ്ങളും ദുരൂഹതകളും ഒക്കെയാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ഭൂമി ഇടപാടുകളൊക്കെ സംശയിക്കുന്നു. ദേവസ്വം വിജിലൻസ് ഈ ബെനാമിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിക്കുന്നു എന്നൊക്കെ സംശയിക്കുന്നുണ്ട്. അതിനിടയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി തനിക്ക് ലഭിച്ചിട്ടുള്ളത് ചെമ്പായിരുന്നു, അത്തരം ഡോക്യുമെന്റുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇക്കാര്യം ചെയ്യുന്നത് എന്നാണ്. അതിലൊരു വസ്തുതയുണ്ടല്ലോ ഡാൻ. എന്ത് തന്നെയാണെങ്കിലും വിജയ് മല്യ ശബരിമലയിലെ ക്ഷേത്രത്തിൽ സ്വർണം പൂശിയതിന് ശേഷവും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഓരോ നടപടിക്രമങ്ങളുമൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നതാണല്ലോ. ആ ഡോക്യുമെന്റുകളിൽ അടക്കം പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് പോലെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാനും പറ്റുമോ? അതായത് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനോടകം അനൌദ്യോഗികമായി 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദ്യം ചെയ്യലിന് സമാനമായ തരത്തിൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു സാധ്യതയും ഇന്ന് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അത്തരത്തിൽ ചോദ്യം
ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം നോട്ടീസ് നൽകുകയോ അതല്ലെങ്കിൽ വാക്കാൽ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിലവിൽ 2 തവണ സമാനമായ തരത്തിൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ആവശ്യമായി വന്നാൽ വീണ്ടും ഈ വിവരങ്ങൾ ശേഖരിക്കാനായി തങ്ങൾ ബന്ധപ്പെടുമെന്ന കാര്യം ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ അങ്ങനെ മാത്രമാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. ഇനി പ്രധാനപ്പെട്ട കാര്യം ഈ ചെമ്പാണ് തന്റെ കൈവശം തന്നുവിട്ടത്, ചെമ്പാണ്, അത് സ്വർണമായിരുന്നില്ല എന്ന നിലപാടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല, അത് സ്വർണമായിരുന്നുവെന്ന് മറുവിഭാഗം അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന മറുവിഭാഗം വാദിക്കുന്ന ഒരു സാഹചര്യം. ഇതിലെ 1999 മുതൽ ഇങ്ങോട്ട് നടന്നിരിക്കുന്ന ഈ വിജയമല്യ ഈ സ്വർണം പൂശാനുള്ള നടപടിക്രമങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും സുതാര്യമായ ഒരു അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് ആവർത്തിക്കുന്ന സാഹചര്യവും അതുതന്നെയാണ്. അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം തന്റെ കാലത്തുള്ളതിനെ പറ്റി മാത്രമേ തനിക്ക് ഉറച്ചു പറയാൻ കഴിയൂ. അതിനു മുമ്പ് എന്തു നടന്നു എന്നതിന് ഉത്തരം തരേണ്ടത് താനല്ല എന്ന് വളരെ ക്ഷുഭിതനായി ഗൌരവത്തോടെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. തന്റെ കാലത്ത് സുതാര്യമല്ലാത്ത ക്രമരഹിതമായ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാം, അതല്ലാതെ ഊഹാപോഹങ്ങൾ വെച്ച് വാർത്തകൾ നൽകരുത് എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 2019 മുതലുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ വിവാദം തുടങ്ങുന്നത് അങ്ങനെയാണ്. ആ 2019 മുതൽ ഇങ്ങോട്ട് സംഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം തന്റെ വിലയിൽ വെച്ചുകെട്ടാൻ ശ്രമിക്കേണ്ട, താൻ ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഉള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ തനിക്ക് ഔദ്യോഗികമായി പ്രതികരിക്കാൻ കഴിയൂ. മറ്റു കാര്യങ്ങൾ താനല്ല പറയേണ്ടത്, കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് 1999 മുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെടാൻ പോവുകയാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഈ സ്വർണ്ണപ്പാളികളുടെ ഗ്യാരണ്ടിയറായി, അതായത് 40 വർഷത്തെ ഗ്യാരണ്ടിയറായി വെച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചെന്നൈയിൽ പറയേണ്ട ഒരു സാഹചര്യമുണ്ടായത്. ഈ ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ മഹസർ തയ്യാറാക്കി അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പോലീസ് സുരക്ഷയിൽ ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. തിരികെ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോഴും സമാനമായ തരത്തിൽ ദേവസ്വം കമ്മീഷണർ അടക്കം സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചാണ് അത് തിരികെ അവിടെ ഒക്ടോബർ 17 സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് ഒരു കാര്യം ഉറപ്പാണ്, PS പ്രശാന്തിന്റെ കാലഘട്ടത്തിലല്ല ഇങ്ങനെ ഒരു സുതാര്യമല്ലാത്ത ഇടപാടുകൾ നടന്നിരിക്കുന്നതെന്ന് ഉറപ്പിച്ച് പറയുകയാണ് അദ്ദേഹം. അതിനു മുമ്പ് സംഭവിച്ചതിന് അദ്ദേഹം ഉത്തരവാദിയല്ല എന്നും കൂടി പറഞ്ഞു വെക്കുമ്പോൾ ഒരുപക്ഷെ അതിനു മുമ്പ് ചില ക്രമവിരുദ്ധമായ നടപടികൾ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് കൂടി ചില സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന കാര്യം ഇന്നതൊക്കെയാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. എന്തായാലും ഒരു കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾക്കില്ല. പക്ഷേ കോടതിയോട് തുടരന്വേഷണം ആവശ്യപ്പെടാൻ പോവുകയാണ്. പ്രശാന്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ പറയുന്നതിൽ ചില വൈരുദ്ധ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയല്ലേ ഡാൻ? അതായത് PS പ്രശാന്ത് പറയുന്നത് ഈ വ്യക്തിയോട്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചെന്നൈയിലേക്ക് എത്താനാണ് ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് തനിക്ക് തന്നുവിട്ടത് ചെമ്പായ തകിടാണ് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, അതായത് ഇവർ പറയുന്നതിലുള്ള ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ പൊരുത്തക്കേടുകളോ ഇപ്പോഴും തുടരുക തന്നെയല്ലേ? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു തരത്തിലും ഈ വിവാദം ഉണ്ടാകുന്നതിന് മുമ്പോ ഉണ്ടായതിനു ശേഷമോ PS പ്രശാന്ത് ഓൺ ചെയ്ത് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കണമെന്നോ ഒന്നും അങ്ങനെ ഒരു സംസാരം പ്രശാന്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആദ്യം മുതൽ ഈ വിഷയത്തിൽ ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. ഇതിൽ നമുക്ക് ഇപ്പോഴും വ്യക്തത കൈവരാനുള്ള കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ആരോപണം ഉന്നയിച്ചത് ഈ ദ്വാരപാലക ശില്പം അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളികൾ കാണാനില്ല എന്ന ആദ്യമായി ഒരു പരസ്യമായ ഒരു പ്രതികരണം നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇന്ന് പറയുന്നു അങ്ങനെ ഒരു പരാതി താൻ എവിടെയും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ലെന്ന്. അങ്ങനെയെങ്കിൽ ആദ്യം ഈ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പരസ്പര വിരുദ്ധമായി പറയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അതോടൊപ്പം ആദ്യം അത് തനിക്ക് ഓർമ്മക്കുറവുണ്ടായി, മറ്റു ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇനി അങ്ങോട്ട് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല.
ഇതിന് പിന്നിൽ ഒരു കൃത്യമായ കോൺസ്പിറസി നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറഞ്ഞിരിക്കുന്നത് വിഷയം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ മാധ്യമങ്ങളോട് കൂടുതലൊന്നും പറയരുതെന്ന് തന്റെ നിയമോപദേഷ്ടാവ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നാണ്. എന്തായാലും കോടതി വിഷയം കൃത്യമായി പരിഗണിക്കുമ്പോൾ ഇതിൽ കറതീർന്ന ഒരു അന്വേഷണം നടക്കുകയും ഇതിലെ എല്ലാ ദുരൂഹതകളും അവ്യക്തതകളും മറനീക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. യെസ്, എന്തായാലും ദുരൂഹതകൾ നീങ്ങുന്നില്ല. വരും മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്ക് പോകാം. അതേസമയം സ്വർണ്ണപ്പാളി വിവാദം വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MR സുരേഷ് വർമ്മ പറയുന്നത്. സ്വർണ്ണപ്പാളി 40 ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വെച്ചത് ദുരൂഹമാണ്. ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വൃത്തിയാക്കിയപ്പോൾ 4 കിലോയിൽ അധികം കുറഞ്ഞു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. വിജയ് മല്യ നൽകിയത് സ്വർണം തന്നെയാണ് എന്നും MR സുരേഷ് വർമ്മ പറഞ്ഞു. ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാര്യം ഭക്തജനങ്ങൾ കാണിക്കയായിട്ട് അർപ്പിച്ചിരിക്കുന്ന സ്വർണങ്ങൾ അവിടുന്ന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഭക്തജനങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പനിൽ വിശ്വാസമുള്ളവരും എല്ലാവർക്കും തന്നെ അത് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. കൂടുതൽ ഈ പറഞ്ഞ പോലെ അറിയാമല്ലോ, 1998 വിജയ് മല്യ കൊടുത്ത സ്വർണ്ണ പാളികൾ അദ്ദേഹമാണ് അന്ന് ശ്രീകോവിലിന്റെ മുകളിലും ശ്രീകോവിലിന് ചുറ്റും എല്ലായിടവും സ്വർണം പൊളിത്തിഞ്ഞത്. ഈ സ്വർണം പൊതിയുക എന്നുള്ളതും സ്വർണം പൂശുക എന്നുള്ളതും രണ്ട് പ്രോസസ്സാണ്. സ്വർണം പൊതിയുക എന്നുള്ളത് അത് ചെറിയ പാളികളാക്കി സ്വർണം ചെറിയ പാളികളാക്കി അതിൽ പതിക്കുക എന്നുള്ളതാണ്. സ്വർണം പൂശുക എന്നുള്ളത് അതൊരു ഇലക്ട്രോപ്ലേറ്റിംഗ് മെത്തേഡിൽ കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്വർണം അന്ന് പൊതിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അവിടെ റെക്കോർഡിലും അങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം 2019 അത് വീണ്ടും കേടായി എന്നുള്ള ഇതിൽ കൊണ്ടുപോയി മദ്രാസിൽ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകും. മദ്രാസിലേക്ക് ഇവിടുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സാധനം 40 ദിവസത്തിന് ശേഷമാണ് അവിടെ കമ്പനിയിൽ ചെല്ലുന്നത്. അദ്ദേഹം 40 ദിവസം അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഇത് വെച്ചുകൊണ്ടിരുന്നു. അതും വളരെ ദുരൂഹമായ കാര്യമാണ്. കമ്പനി ചെല്ലുമ്പോൾ അവർ പറയുന്നത് അത് ചെമ്പായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് വൈരുദ്ധ്യം. അതുപോലെ അവർ പറയുന്നതും ഇത് ക്ലീൻ ചെയ്യുമ്പോൾ 5 കിലോയോളം കുറവ് വരുന്നു എന്ന് അവർ പറഞ്ഞു. പക്ഷെ അതും ഒട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ഒരു ചെമ്പ് ഷീറ്റ് ഇല്ലെങ്കിൽ മെറ്റീരിയൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വാക്സ് അത് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞ് 5 കിലോ പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണത്തെ പോലെ തന്നെ വിലയുള്ളൊരു സാധനമാണ് ഈ ചെമ്പ് സാധനങ്ങളും. അപ്പോൾ അതിനകത്തും ഒരു സംശയം, അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസ്താവനയിൽ ഒരു സംശയമുണ്ട്. ഇതുപോലെ സ്വർണ്ണപ്പാളികൾ അന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പിന്നീട് എങ്ങനെ ഈ ചെമ്പ് മാത്രമായി വന്നു എന്നുള്ളതും വളരെ ശക്തമായ രീതിയിൽ അതിന് അന്വേഷണം വേണ്ടതാണ്. കേരളം ഒന്നാകെ കാത്തിരിക്കുന്നുണ്ട് 25 കോടിയുടെ ആ ഭാഗ്യശാലി ആര് എന്ന്. നോക്കാം ഇടവേളയ്ക്ക് ശേഷം. അവർക്ക് ആര് നീതി നൽകുമെന്നും മന്ത്രിക്ക് എങ്ങനെ അത് തള്ളിപ്പറയാൻ കഴിയുമെന്നും റിമ ചോദിക്കുന്നു. മന്ത്രി ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അത് തിരുത്തി പറയാൻ ജനങ്ങൾക്ക് കഴിയുന്ന നാടാണ് കേരളം. താൻ മീഡിയയിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല എന്നും തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ട ജീവിതമാണ് തൻ്റേത് എന്നും റിമ പറഞ്ഞു. പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും ഒന്നും അവസാനിച്ചിട്ടില്ല എന്നും റിമ കല്ലിങ്കൽ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പ്രതികരിച്ചു. അതിൽ റിമ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെയൊക്കെ ചോരയും നീരും ഉണ്ടാക്കിയെടുത്ത് വർഷങ്ങളോളം എടുത്തൊരു റിപ്പോർട്ടാണ്. ഇപ്പൊ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, ഐ ഡോണ്ട് നോ വെദർ യു ഹേർഡ് ഇറ്റ് ഓർ നോട്ട്, പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് അത് പലതും തിരക്കഥകളാണ്. ആരിൽ വേണമെങ്കിലും ആരിലേക്കും അടിച്ചമർത്തപ്പെടാൻ പറ്റുന്ന, ആർക്ക് വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു ജസ്റ്റ് ഒരു തിരക്കഥ മാത്രമാണ്. ഈ തിരക്കഥ പോർട്രേ ചെയ്യാനാണോ നിങ്ങൾ ഇത്രയും നിങ്ങളുടെ ലൈഫും കരിയറും സ്പോയിൽ ചെയ്തത് എന്നുള്ളൊരു പ്രേക്ഷകന്റെ ഒപ്പീനിയൻ ഞാൻ വേർഡ് ഓഫ് മൗത്ത് ചോദിക്കുന്നു. ഇപ്പം നമ്മുടെ ഒരു ജുഡീഷ്യൽ ജസ്റ്റിസ് സിസ്റ്റം തന്നെ is based on the belief that എന്താ പറയുക, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ ഈ സ്ത്രീകൾ
തിരക്കഥ എഴുതാത്ത സ്ത്രീകളും ഇവിടെ ഉണ്ടല്ലോ, അവരും ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നുണ്ടല്ലോ. കുറച്ച് തിരക്കഥകൾ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസസും അവരനുഭവിച്ചതും ഇല്ലാതാവുന്നില്ലല്ലോ. അവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ? അവരും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? അതും റിയാലിറ്റി അല്ലേ? അത് ഒരു സാംസ്കാരിക മന്ത്രി എന്നുള്ള രീതിയിൽ സജി ചെറിയാന് തള്ളി പറയാൻ പറ്റില്ലല്ലോ. ഡോണ്ട് സേ ദാറ്റ് ഇത് തിരക്കഥകൾ ഉള്ളതുകൊണ്ട് നമുക്കിത് ഇറേസ് ചെയ്ത് കളയാമെന്ന്. ദിസ് ഇസ് ആൻ ഇഷ്യൂ ആൻഡ് ദിസ് ഹാസ് ടു ബി അഡ്രസ്ഡ് ആൻഡ് വി വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. സോ വാട്ട് ആർ യുവർ നെക്സ്റ്റ് സ്റ്റെപ്സ്? സി മിനിസ്റ്റർ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്ന് കാര്യം പറയുമ്പോൾ പ്രേക്ഷകർ ഓഡിയൻസ് ചിന്തിക്കുന്നത് ദിസ് ഇസ് ദി എൻഡ്. ഓക്കെ, No, I don't think this is the end. ഓക്കെ, This is definitely not the end because we have just started work here. അല്ലേ, നമ്മളൊരു IC കൊണ്ടുവന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച് ആളുകളെ അവെയർ ആക്കി. ഇറ്റ് ഈസ് ഓൺലി ഗോയിങ് ടു ഗോ ഫോർവേഡ്. ആൻഡ് ഇപ്പം ഞങ്ങൾ കുറച്ച് പേരാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇനി ഐ തിങ്ക് the biggest change I've seen is that men have started understanding the situation. That is a huge change. അവിടെയാണ് ഇതിൻ്റെ മാറ്റം വരേണ്ടത്. സജി ചെറിയാൻ ഇത് പറയുമ്പോഴും there are people who are pointing out the same thing that I point out. ആ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കണം. പണ്ടത് ഉണ്ടായിരുന്നില്ല, ഇന്നത് ഉണ്ട്. That is change for me. മുന്നോട്ടാണ്, one step at a time. I'm sure that Rome was not built in a day and this will also not be built in a day. ഓക്കെ, റോം ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതായിരിക്കില്ല റമ. പക്ഷേ മന്ത്രിയാണത് പറയുന്നത്. മന്ത്രി പറയുമ്പോൾ അതിന്റെ ജെനുവിനിറ്റി നഷ്ടപ്പെടുന്നു. നമ്മൾ കേരളത്തിലാണ്. മന്ത്രി പറയുമ്പോൾ നമുക്ക് അത് അങ്ങനെ അല്ലല്ലോ സർ എന്ന് തിരിച്ചു പറയാൻ പറ്റുന്ന സ്പേസിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്, ഭാഗ്യം കൊണ്ട്. Come on, give us some credit. Take some credit also as media who has supported it. Yes. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കരിയർ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതെ, ഞാനും സാക്രിഫൈസ് ഒന്നും ചെയ്തിട്ടില്ല. I am sitting here and giving an interview for my latest film. I get that, but there were so many producers who backed out just because you were there. Yes, right? I know so many കരിയർ സാക്രിഫൈസിംഗിന്റെ ഭാഗമായിട്ടല്ലേ. ഇപ്പൊ ഡെയിൻ നാളെ വന്നിട്ട് ഡെയിൻ നാളെ പടത്തിലുണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ബാക്ക് ഔട്ട് ചെയ്താൽ won't you get hurt? അത് തന്നെ you have faced it, right? ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ I'm saying no regrets. I'm saying yes, I was hurt. Regrets undo. Yes. I was hurt. I went through a depressive space. I took help. എല്ലാ രീതിയിലും. പക്ഷേ no regrets. I would do it all over again. I'm telling you, I would do it all over again. This is the only way I know how to exist. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടുമല്ല. എനിക്ക് വേറെ പോലെ ജീവിക്കുന്നത് അതിന് പണിയെടുക്കണം. അതെ, ഇതാണ് എനിക്ക് എളുപ്പം. ഇതാകുമ്പോൾ കുറച്ച് ട്രോളല്ലേ, അത് ഞാൻ സഹിച്ചു. യെസ്, ഹരികൃഷ്ണൻ തന്നെയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഹരി, ഇതിലിപ്പോൾ മന്ത്രി കാര്യങ്ങൾ പറയുമ്പോൾ മന്ത്രി തന്നെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇതൊരു കമ്മിറ്റിക്ക് മുമ്പാകെ അവരുടെ ആശങ്കകൾ പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനപ്പുറത്ത് നമുക്കറിയാമല്ലോ, ഈ കമ്മിറ്റിയുടെ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലുള്ളവർക്ക് പരാതികൾ നൽകുവാനുള്ള ഒരു അവസരം സർക്കാർ സൃഷ്ടിച്ചു നൽകിയിരുന്നു. പക്ഷെ ഒരാൾ പോലും ലീഗലി പരാതിക്ക് ഒരുങ്ങിയില്ല. അത്തരം കാര്യങ്ങളിൽ എന്താണ് റിമയ്ക്കുണ്ടായിരുന്ന മറുപടി? ഇതിൽ ഒട്ടേറെ പേരുടെ തിരക്കഥകൾക്കപ്പുറത്ത് ജീവിതമുണ്ട് എന്ന് പറയുമ്പോൾ പോലും അവർ നിയമപരമായ ഒരു പോരാട്ടത്തിന് തയ്യാറാകുന്നില്ല. അപ്പോൾ പിന്നെ ഏത് തരത്തിലുള്ള നടപടിയെക്കുറിച്ചാണ് ആവശ്യപ്പെടുന്നത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, അത് തന്നെയാണ്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് തിരക്കഥകളുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെയും ആരോപിക്കാൻ കഴിയുന്നൊരു കാര്യമാണെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തന്നെ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് ആരുടെയും ജീവിതം തകർക്കാൻ കഴിയില്ല എന്നതും മന്ത്രി പറയുകയും ചെയ്തു. ഇവിടെ റിമ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ 4-5 വർഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അവർ അംഗീകരിക്കുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തിരക്കഥകളുണ്ട്, ഒരുപാട് വ്യാജ കഥകൾ ഉണ്ട് എന്നുള്ളത്. പക്ഷേ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, തിരക്കഥ എഴുതാത്ത സ്ത്രീകളുണ്ട്, തിരക്കഥ പറയാത്ത അവരുടെ ജീവിതത്തിൽ നിന്നും അനുഭവിച്ച സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളുടെ നീതി ഉറപ്പാക്കേണ്ടത് സർക്കാരാണ്. സ്വാഭാവികമായും ഈ ലീഗൽ നടപടിയുമായി ബന്ധപ്പെട്ട് താരങ്ങളാരും അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന് മൊഴി നൽകിയ നടിമാരാരും തന്നെ ലീഗലി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ പോലും സർക്കാർ അതിന് കൂടെ നിൽക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് റിമ ഉന്നയിക്കുന്നത്. അതായത് ഇവർക്ക് കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾക്കോ സർക്കാർ മുന്നിട്ട് ഇറങ്ങുന്നില്ല എന്നും, അതുകൊണ്ട് തന്നെ ഈ നടിമാർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങൾക്ക് ആര് മറുപടി നൽകും, അവർക്ക് ആര് നീതി കൊടുക്കും എന്നൊരു ചോദ്യമാണ് റിമ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ IC ഇന്റർണൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിമ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തുടർന്ന് തന്നെയാണ് പോരാട്ടം നടക്കുന്നത്. ഇത് മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ തന്നെ, അതായത് ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല ലോക സിനിമ ഇൻഡസ്ട്രിയിൽ പോലും ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരികയോ ഇങ്ങനെ ഒരു IC ഉണ്ടാക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അതിൽ മലയാള സിനിമ ഇൻഡസ്ട്രി മാത്രമാണ് മുന്നിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അതിനൊരു കൃത്യമായ തീർപ്പുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം.
ഈ നായികമാർ ഉൾപ്പെടെയുള്ളവർ അവരവരുടെ ആശങ്കകൾ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ പോലും അത് കേൾക്കാൻ ബാധ്യസ്ഥതയുള്ള സർക്കാർ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ, പ്രത്യേകിച്ച് മന്ത്രി തന്നെ അത് മൊത്തത്തിൽ തിരക്കഥയാണെന്ന് പറയുമ്പോഴാണ്, അത് മന്ത്രിയാണ് പറയുന്നതെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് മന്ത്രിയോട് ചോദിക്കാൻ കഴിയും, തിരിച്ചു ചോദിക്കാം, സാർ അതങ്ങനെ അല്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിൽ, ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് റിമ പറയുമ്പോൾ കൃത്യമായി മന്ത്രി പറഞ്ഞ വാക്കുകൾക്ക് കൃത്യമായ ഒരു മറുപടി നൽകുകയാണ് റിമ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പോരാട്ടം തുടരുകയാണെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പോരാട്ടം നടത്തിയപ്പോൾ തന്നെ തന്റെ ജീവിതം, തന്റെ കരിയർ ഉൾപ്പെടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന കാര്യം റിമ പറയുകയും ചെയ്തത്. ഈ ആക്ടിവിസ്റ്റ് ആയിട്ട് നിൽക്കെ തന്നെ താൻ നടിയാണെന്ന കാര്യം പോലും മറന്നുപോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയ സമയത്ത് പോലും മികച്ച നായികയായിട്ട് റിമ കലിംഗലിനെ തിരഞ്ഞെടുത്തപ്പോൾ പോലും റിമ പറഞ്ഞ കാര്യം താൻ ഒരു നായികയാണെന്നുള്ളത് ഇന്നത്തെ കേരളം മറന്നു എന്നുള്ള കാര്യമാണ്. ഒരു ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ മാത്രമായിട്ട് തന്നെ അറിയപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി റിമ പറയുകയും ചെയ്തു. അങ്ങനെ കരിയർ വരെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പോലും അതിന് ഒന്നിൻ്റെയും അവസാനമല്ല, ഇത് വീണ്ടും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഈ പോരാട്ടം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. മന്ത്രിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മന്ത്രിയെ തിരുത്തിയിരിക്കും. അത് തിരുത്താനുള്ള അവകാശം താൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കേരള സമൂഹവും ഏറ്റെടുക്കും എന്നുള്ള കാര്യം തന്നെയാണ് റിമ പറയുന്നത്. പക്ഷേ ഒരു പ്രധാന പ്രശ്നം, ലീഗലി ഈ നായികമാരും തന്നെ, ഈ നടിമാരും തന്നെ ഈ പോലീസിന് മുന്നാകെ അല്ലെങ്കിൽ ഈ ഒരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അത് ഭീഷണിയുടെ പുറത്താണോ, അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്നത് കൊണ്ടാണോ, തുടങ്ങി നിരവധി ചോദ്യങ്ങളൊക്കെ തന്നെ നിൽക്കുകയാണെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മന്ത്രി വന്ന് ഇങ്ങനൊരു കാര്യം പറയുന്നത് ഹേർട്ടായിട്ടുണ്ട്. അത് തിരിച്ചടിയായിട്ടുണ്ടെങ്കിൽ പോലും അത് തിരുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി കൊണ്ടാണ് റിമ ഈ വാക്കുകൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി മുന്നോട്ട് വെച്ച ആ പ്രസ്താവനയ്ക്ക് എതിരായിട്ട് തന്നെ റിമ രംഗത്തെത്തിയിരിക്കുന്നത്. സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകൾ അവസാനിപ്പിക്കുക, സ്ത്രീകൾക്കെതിരായ ചൂഷണങ്ങൾ ഇല്ലാതാക്കുക, അതിനു വേണ്ടിയിട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുന്നൊരു പശ്ചാത്തലം ആണുള്ളത്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെയും നിലപാട്. അതേസമയം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ ഇന്ന് ആദരിക്കുകയാണ്. മലയാളം വാനോളം ലാൽ സലാം എന്നാണ് പരിപാടിയുടെ പേര്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പ്രോഗ്രാം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. TK രാജീവ് കുമാറിൻ്റെ സംവിധാനത്തിൽ മോഹൻലാലിനുള്ള കലാസമർപ്പണമായ രാഗം മോഹനം അരങ്ങേറും. നടന ചാതുരിക്ക് അർപ്പണമായി കഥകളി ആചാര്യൻ കലാമണ്ഡലം സുബ്രഹ്മണ്യൻ ആശാൻ തിരനോട്ടം അവതരിപ്പിക്കും. പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ താരനിരയാണ് അണിനിരക്കാൻ പോകുന്നത്. തിരുവോണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഇന്നാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗോർക്കി ഭവനിൽ ആണ് നറുക്കെടുപ്പ് നടക്കുക. ധനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ നറുക്കെടുപ്പിൽ പങ്കെടുക്കും. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ വിറ്റുപോകാതിരുന്ന പശ്ചാത്തലത്തിലാണ് നറുക്കെടുപ്പ് നീട്ടിവെച്ചത്. 75 ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് ആകെ അച്ചടിച്ചത്. ഇന്ന് ഉച്ചവരെ വലിയ വിൽപ്പന നടക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഡാൻ കുര്യനും ആജ്ഞയും ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിൽപ്പന നിശ്ചിത സമയത്ത് നടന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ഏതാണ്ട് അച്ചടിച്ച ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റഴിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണോ ലോട്ടറി വകുപ്പുള്ളത്? എന്താണ് വിവരങ്ങൾ? അതായത് ആകെ 75 ലക്ഷം ടിക്കറ്റുകളായിരുന്നു തിരുവോണം ബമ്പർ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ലോട്ടറി വകുപ്പ് അച്ചടിച്ചത്. ഈ ടിക്കറ്റുകൾ പൂർണ്ണമായി വിറ്റുപോകാതിരുന്ന സാഹചര്യത്തിലായിരുന്നു ഒരാഴ്ച കൂടി പ്രതികൂല കാലാവസ്ഥയൊക്കെ തുടർന്ന് ഒരാഴ്ച കൂടെ ഈ നീട്ടിവെക്കുന്നത്, അതായത് നറുക്കെടുപ്പ് നീട്ടിവെക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. പക്ഷേ ആ ഒരാഴ്ച കൊണ്ട് ഈ ഡീലർമാരുടെ കയ്യിൽ നിന്ന് പിന്നീട് ചെറുകിട കച്ചവടക്കാരിലേക്ക് എത്തിയ ലോട്ടറികൾ ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായി വിറ്റഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ലോട്ടറി വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം വിറ്റുപോയിരിക്കുന്നത് പാലക്കാട് തന്നെയാണ്. ഏതാണ്ട് 14 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് പാലക്കാട് മാത്രം വിറ്റഴിഞ്ഞിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് തൃശൂരാണ്, അവിടെ 9,37,000 ടിക്കറ്റുകളും. 3ാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത് 8,75,900 ടിക്കറ്റുകളും ഏജൻസികൾ വഴി വിൽപ്പന നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് കണക്കുകൾ. ഇത് കഴിഞ്ഞ ദിവസത്തെ കണക്കാണ്. അതിനുശേഷം പുതുക്കിയ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് ഇന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഈ തിരുവോണം ബമ്പറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണീയത എന്ന് പറയുന്നത് 1ാം സമ്മാനമായി 25 കോടി ലഭിക്കുന്നതിനെ പറ്റി മാത്രമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക്
രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കുന്നു. മൂന്നാം സമ്മാനമായി 50 ലക്ഷം രൂപ വീതം 20 പേർക്ക് ലഭിക്കുന്നു എന്ന പ്രത്യേകതകളൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുവോണം ബമ്പർ ഇങ്ങനെ ഒരു ജനപ്രിയമായി മാറുകയും ജനങ്ങളത്, സാധാരണക്കാരായ ആളുകളത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം പാലക്കാടും വയനാടും ഒക്കെ കഴിഞ്ഞ തവണ ബമ്പർ ലോട്ടറികൾ അടിച്ചപ്പോൾ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം, പ്രത്യേകിച്ച് അതിർത്തി ജില്ലകളിൽ നിന്ന് ഉള്ളവർ ഉൾപ്പെടെ കേരളത്തിലെ പല മേഖലകളിലും എത്തി ടിക്കറ്റുകൾ എടുക്കുന്നത് സാധാരണ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് പത്മവിലാസം റോഡിലാണ്. ഇവിടെ ഏറെക്കുറെ ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ടിക്കറ്റ് ഇല്ല എന്നാണ് കടയുടമകൾ പറയുന്നത്. എന്താണ് നിലവിലെ അവസ്ഥ? ടിക്കറ്റുകളുണ്ടോ? ടിക്കറ്റൊന്നുമില്ല. ടിക്കറ്റൊക്കെ ഇന്നലെ തീർന്നു. ടിക്കറ്റ് ഏറ്റവും കൂടുതൽ ഓണം ബമ്പർ വിറ്റത് ഈ വർഷമാണ്. ഏറ്റവും കൂടുതൽ റെക്കോർഡ് സെയിലാണ്. ഇവിടെ എത്ര ടിക്കറ്റുകൾ വിറ്റുപോയി? ടിക്കറ്റ് ഒരുപാട് വിൽക്കുകയാണ്. ഹോൾസെയിൽ ഉള്ളതുകൊണ്ട് ടിക്കറ്റ് ഒരുപാട്. അത് എല്ലാ കടകളിലും ടിക്കറ്റ് കച്ചവടം ഉണ്ടായിരുന്നു. അത് ഈ ഒരാഴ്ച നീട്ടിയതിന്റെ ഒരു ഗുണം എല്ലാവർക്കും എല്ലാവർക്കും കിട്ടി. അപ്പൊ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ? ഇല്ല, നേരത്തെ ടിക്കറ്റ് കച്ചവടം ഉണ്ട്. 4-ാം തീയതി നറുക്കെടുപ്പ് നേരത്തെ 27-ാം തീയതി ആയിരുന്നു. അന്ന് ടിക്കറ്റ് കച്ചവടം ഉണ്ടായിരുന്നു. ബാക്കി നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് ആ ടിക്കറ്റ് എല്ലാം വിറ്റ് തീർന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് വിറ്റ് തീർന്നു. പിന്നെ ഈ എല്ലാ ഓണ ബമ്പറിനെക്കാട്ടി റെക്കോർഡ് സെയിലാണ്. അടുത്ത എല്ലായിടത്തും അത് തന്നെ ആയിരിക്കും അല്ലേ? ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത് ഇപ്പോഴാണ്, ഈ വർഷം. അതായത് കഴിഞ്ഞ വർഷത്തെ 71 ലക്ഷം മറികടക്കുമായിരിക്കും. 77 ലക്ഷം എന്തായി. അപ്പം എവിടെയാണ് പ്രവചനം വല്ലതും ഉണ്ടോ ഇത്തവണ? എവിടെ നിന്നുള്ള ടിക്കറ്റാ കൂടുതൽ? പാലക്കാടായിരുന്നോ വിറ്റു? പാലക്കാടാണ് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത്. അത് കഴിഞ്ഞ് തൃശ്ശൂര്, അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം. 3-ാം സ്ഥാനമാണ് ട്രിവാൻഡ്രം. അതല്ല, ഏത് ജില്ലയിൽ നിന്നുള്ള ടിക്കറ്റിനായിരുന്നു ആവശ്യക്കാരേറെ? അല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ ജില്ലകളിലെയും ടിക്കറ്റ് ഞങ്ങൾ വിറ്റിട്ടുണ്ട്. തൃശ്ശൂര്, ട്രിവാൻഡ്രം, പാലക്കാട്, ഞങ്ങളെല്ലാ ടിക്കറ്റും പരിധി വിറ്റിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇനി ടിക്കറ്റ് എടുക്കാൻ വന്നാൽ ഇല്ല? ഇന്നലെ വൈകുന്നേരം ടിക്കറ്റ് എല്ലാം ഒരുപാട് പേര് ടിക്കറ്റിന് വേണ്ടി ഓടിക്കൊണ്ടാണ്. അപ്പൊ ഇതാണ് സാഹചര്യം. അതായത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ലോട്ടറി ഏജന്റാണ് അദ്ദേഹം, ഡീലറാണ്. ഇവിടെ ടിക്കറ്റ് കിട്ടാനില്ല. സമാനമായി സമീപത്തൊന്നും ടിക്കറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നാണ് അറിയുന്നത്. കാരണം ഈ ഒരാഴ്ച കൂടി അധികമായി നീട്ടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയവരോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ടിക്കറ്റ് എടുക്കാൻ കഴിയാതിരുന്നവരോ ഒക്കെ ഓണം ബമ്പർ ടിക്കറ്റ് ഏത് വിധേനയും സ്വന്തമാക്കണമെന്ന ആ ഒരു താല്പര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഓടി നടന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇന്നലെ വൈകുന്നേരത്തോടെ ഓണം ബമ്പറിന്റെ ടിക്കറ്റുകൾ ലഭിക്കാത്ത ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി കാത്തിരിപ്പാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഗോർഖി ഭവനിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് നടക്കുക. ആരാണ് 25 കോടിയുടെ ഭാഗ്യവാനെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ദേശീയ വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് നേരത്തെ സൂചിപ്പിച്ചൊരു വാർത്തയിലേക്ക് തന്നെയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ ആദരിക്കുന്ന മലയാളം വാനോളം ലാൽ സലാം എന്ന പരിപാടി ഇന്ന് നടക്കുകയാണ്. സാരംഗാണ് ചേരുന്നത്. സാരംഗ, എപ്പോൾ എവിടെ വെച്ച് ആരൊക്കെയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്? അഭിലാഷ്, ഈ ഒരു നമ്മുടെ മലയാള സിനിമയ്ക്ക് തന്നെ വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇന്ന്. കാരണം ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മോഹൻലാലിന് ആദരം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആദരം സമർപ്പിക്കുന്ന ചടങ്ങ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ഇത് അവസാനഘട്ട മിനുക്കുപണികൾ, സ്റ്റേജിന്റെയും മറ്റു മിനുക്കുപണികളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം വളരെ വിപുലമായ പരിപാടിയാണ് ഒരുക്കിയിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് മറ്റും സൗജന്യമായാണ് പ്രവേശനം. ഒപ്പം മോഹൻലാലിനൊപ്പം വളരെ ആദ്യകാലം തൊട്ട് തന്നെ അഭിനയിച്ചു വന്ന നായികമാരായ
പല നായികമാരെയും ഈ വേദിയിലേക്ക് എത്തും. അവര് മാത്രമല്ല മോഹൻലാലിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ ആണ് കോർത്തിണക്കിക്കൊണ്ടുള്ള സംഗീത നിശ. ഒപ്പം തന്നെ ഈ പ്രശസ്തി പത്രം, അതായത് സർക്കാരിന് വേണ്ടി തയ്യാറാക്കിയ പ്രശസ്തി പത്രം ഈ വേദിയിൽ മോഹൻലാലിന് കൈമാറും. ഒപ്പം മറ്റ് പല കലാപരിപാടികളും ഈ മന്ത്രിമാരുൾപ്പെടെ, അതായത് ശിവൻകുട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം മറ്റ് സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരും സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി നടീനടന്മാരും ഇവിടേക്ക് എത്തും. എത്തരത്തിലാണ് അവസാനഘട്ട ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഇവിടെ ഈ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു വലിയ മലയാള സിനിമ 100 വർഷം തികയ്ക്കുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ മലയാള സിനിമ 100 വർഷം തികയ്ക്കുന്നു. ഒപ്പം തന്നെ മോഹൻലാൽ 50 വർഷം, സിനിമാ ജീവിതത്തിന്റെ 50 വർഷം തികയ്ക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്താണ് ഈ മോഹൻലാലിന് ഇത്രയും വലിയൊരു അവാർഡ് ലഭിക്കുന്നത്. മാത്രമല്ല അത് മലയാള സിനിമയ്ക്ക് തന്നെ വളരെ വലിയൊരു നേട്ടമായിട്ട് തന്നെ കണക്കാക്കാം. ഇപ്പോൾ നമുക്ക് കാണാം മന്ത്രി സജി ചെറിയാനും വി ശിവൻകുട്ടിയും ഇപ്പോൾ ഈ അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി 5 മണിയോടുകൂടിയാണ് പരിപാടി ആരംഭിക്കുക. തുടർന്ന് മുഖ്യമന്ത്രി ഈ പ്രശസ്തിപത്രം കൈമാറുകയും തുടർന്ന് കലാപരിപാടികൾ, ഈ കലാമണ്ഡലം സുബ്രഹ്മണ്യൻ ആശാൻ ഒരുക്കിയ ഈ ഒരു കലാമണ്ഡലം, ഈ ഒരു കഥകളി പ്രകടനവും ഒപ്പം അത്തരത്തിലുള്ള മറ്റ് കലാപരിപാടികളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ മറ്റ് കലാപരിപാടികൾ, അതായത് ഈ ശോഭന ഉൾപ്പെടെയുള്ള മുൻകാല നടിമാർ, അത്തരത്തിലുള്ള നടിമാർ ഉൾപ്പെടെയുള്ള ഈ പരിപാടിയിലേക്ക് കാര്യങ്ങൾ കടക്കുക. നമുക്ക് സജി ചെറിയാൻ ചേരുന്നുണ്ട്. എത്രത്തോളം ഒരുക്കങ്ങളെല്ലാം? എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. ഇപ്പം ഞങ്ങൾ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്റർ ഞാനിവിടെ പങ്കെടുത്ത് ഇന്നിവിടെ നടക്കേണ്ടതിന്റെ ഒരു ട്രയൽ ചെയ്യാൻ പോവുക. വോളണ്ടിയേഴ്സ്, പോലീസ്, നഗരസഭ ഇതിന് ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രയൽ ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തീരും. അപ്പോൾ എല്ലാവരെയും അലോട്ട് ചെയ്യും. പിന്നെ പൂർണ്ണമായി നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ എല്ലാ സംഘടന പൂർത്തീകരിച്ചു. ആർട്ടിസ്റ്റുകൾ മിക്കവാറും എല്ലാവരും എത്തിക്കഴിഞ്ഞു. ട്രയൽ തുടങ്ങിക്കഴിഞ്ഞു. കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു പരിപാടിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിനെ ആദരിക്കുക എന്നത് അടുത്ത ഒരു തലമുറയ്ക്കുള്ള പ്രചോദനമാണ്. ഇത്രയും ഒരു പരിപാടി കേരള ചരിത്രത്തിൽ ഒരു ഗവൺമെന്റ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു ആദരവ് കൊടുക്കുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണ്. ആ ഒരു നിലയിൽ ഈ പരിപാടി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. 6 ദിവസം കൊണ്ടാണ് മികച്ച തലത്തിൽ ഇതിന്റെ സംഘാടന നടത്തിയിട്ടുള്ളത്. ഓക്കെ, മലയാള സിനിമയ്ക്ക് തന്നെ വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇത്. എങ്ങനെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതൊരു അഭിമാന നേട്ടമായിട്ട്? തീർച്ചയായിട്ടും ഗവൺമെന്റ് നല്ല നിലയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. മോഹൻലാലിന് അവാർഡ് കിട്ടിയ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ച് അഭിനന്ദിക്കുകയും സ്വീകരണത്തിന് ക്ഷണിക്കുകയും ചെയ്തു. ആദ്യ സ്വീകരണം ഏറ്റുവാങ്ങുന്നത് സാംസ്കാരിക വകുപ്പിന്റെയും ഗവൺമെന്റിന്റെ സ്വീകരണമാണ് ഏറ്റുവാങ്ങുന്നത്. പലതുകൊണ്ടും ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ സ്വീകരണമായിരിക്കും ഇവിടെ കൊടുക്കുന്നത്. തലസ്ഥാന നഗരി ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസും പിന്നെ സ്വീകരണ പരിപാടികളും ഒക്കെ നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഓണാഘോഷമൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരിക്കും നടത്തുന്നത്. പരമാവധി ഞങ്ങൾ വരുന്നവർക്ക് എല്ലാം പിന്നെ കാണാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ജനങ്ങൾ കൂടി ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഉള്ളത്. അത്തരത്തിലാണ് ഇപ്പോൾ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഒപ്പം തന്നെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വൈകുന്നേരത്തെ പരിപാടിയിൽ ഇത്തരത്തിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരുക്കങ്ങൾ അത് മന്ത്രി നേരിട്ടെത്തിയാണ് ഇത് വിലയിരുത്തുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടെ കൃത്യം 5 മണിക്ക് തന്നെ പരിപാടികൾ ആരംഭിക്കും. ഇതൊരു വലിയ അഭിമാനകരമായ നിമിഷമാണ്. കാരണം മലയാള സിനിമയും ഒപ്പം തന്നെ നമ്മളെ മലയാളികൾക്കൊപ്പം 100 വർഷം പൂർത്തിയാക്കുന്ന മലയാള സിനിമയ്ക്ക് 50 വർഷം പൂർത്തിയാക്കിയ ഒരു മഹാനടന് ലഭിച്ച വലിയൊരു അഭിമാനകരമായ നേട്ടം, അത് മലയാളികൾക്കെല്ലാം അഭിമാനകരമായ ഒരു നേട്ടത്തിലേക്ക് അത് ആഘോഷമാക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്നത്. അഭിലാഷ്. യെസ്, തീർച്ചയായും സാറിന് സൂചിപ്പിക്കുന്ന പോലെ മലയാളികൾക്കെല്ലാം അഭിമാനകരമാകുന്ന തലയുയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. മലയാളത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം എത്തിച്ചു മോഹൻലാലിലൂടെ എന്നത്. ആ മോഹൻലാലിന് കേരളത്തിൻ്റെ ആദരം എന്ന് തന്നെ പറയാം. സർക്കാർ ഔദ്യോഗികമായി ആദരം നൽകുകയാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക്. 9 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.